തങ്കം തങ്കം ഓ വരുന്നടാ. എന്നാ അമ്മായില്ലേ? ഓ ആ എന്തോട്ടാ? അല്ല എന്നിട്ട് എന്തായി? ജോത്സ്യൻ എന്ത് പറഞ്ഞു? ഇടി കുഴപ്പമില്ല. എന്താ കാര്യം പറഞ്ഞോ? പറയട്ടെ. ആ അതെന്താന്നോടാ, ജോത്സ്യനെ കാണണമെന്നൊന്നും വിചാരിച്ചതല്ല. ഇന്നലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ, അതിനകത്തൊരു പല്ലി വീണു. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോ അതിലും വീണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇങ്ങനെ പല്ലി വീഴുന്നത് നല്ലതല്ല. അതിനു മുമ്പ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. നിനക്ക് സസ്പെൻഷൻ വരെ വന്നില്ലേ? റൊണാൾഡിനെ പോലീസ് പിടിച്ചോണ്ട് പോയി, അമ്മാവനെ പോലീസ് പിടിച്ചോണ്ട് പോയി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായേ. അപ്പൊ അമ്മായിയാ പറഞ്ഞത് എന്തോ ദോഷത്തിന്റെയാണ്, നമുക്കൊന്ന് പോയി നോക്കാം, അമ്മായിക്ക് അറിയേണ്ട ഒരു ജ്യോത്സ്യനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാ കനക അറിഞ്ഞത് ദോഷമുണ്ട്. കൊച്ചിന്റെ കല്യാണം നടത്തണം എത്രയും പെട്ടെന്ന്. ഈ 21ാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ പിന്നെ 31 വയസ്സ് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. അതും പിന്നെ ഒരു പൂജയും പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി എല്ലാം ശരിയാവൂന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാര്യം. നീ ഇനിയിപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്നോർത്താ നിന്നോട് പറയാതിരുന്നത്. ഞാൻ പിന്നെ അറിയണ്ടല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രശ്നം പല്ലിയാണോ മുത്താണോ? മുത്തിന്റെ ഇത് കാരണമാണ് പല്ലി വീണത്. മുത്തിന്റെ അല്ല, എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിച്ചോടി പറയടി. ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങളെല്ലാം മാറും. മുത്താണോ ദോഷം? ആളിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിത് മച്ചുള്ള വീടല്ലേ, ഈ ഉത്തരത്തിലും അവിടെ ഇവിടെയൊക്കെ പല്ലി സാധാരണ ഒന്നും ഇരിക്കാറില്ലേ? അത് ഈ വന്ന് ഭക്ഷണ സ്ഥാനത്തിൽ തന്നെ എന്തുകൊണ്ടാ വീണത്? നമ്മൾ അടച്ചു വെച്ചിരുന്ന വീടുമായിരുന്നോ? ആണോ? എനിക്ക് എങ്ങനെ സസ്പെൻഷൻ കിട്ടിയത്? അത് തെറ്റിദ്ധാരണയുടെ പേരിലല്ലായിരുന്ന? ആണോ? റൊണാൾഡിനെ എന്തിനാ പോലീസ് പിടിച്ചത്? അവന്റെ കയ്യിരിപ്പുണ്ടല്ലേ? ആണോ? ഇതിന് നമ്മൾ മോളെ കെട്ടിച്ചു വിട്ടാല് ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ എന്നാണ് ജോത്സ്യം പറഞ്ഞത്. അല്ലമ്മ, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഈ കാലത്ത് പെൺകുട്ടിക്ക് എന്താ വേണ്ടത്? സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ശേഷി. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇല്ലാത്ത പണം കൊടുത്ത് അവളെ പഠിക്കാൻ വിട്ടത്. ആ പഠിത്തം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി 4-5 കൊല്ലം കഴിയുമ്പോൾ അവൾ ഡോക്ടറായിട്ട് ഇറങ്ങേണ്ട കൊച്ചല്ലേ. അവളെ പഠിത്തം മുടക്കിയിട്ട് നമ്മൾ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാനുള്ള അവസ്ഥ എന്താണ്? നാളെ ആ കുടുംബജീവിതം നന്നാവോ ഇല്ല നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ആപത്ത് വന്നാൽ നമ്മൾ അന്നേരം ജോത്സ്യനെ പോയി കാണുമ്പോൾ ജോത്സ്യൻ എന്തായിരിക്കും പറയുന്നത്? അപ്പൊ ഇതൊന്നും ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ആലോചിക്കുക, ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. മുത്തിനോട് ചോദിക്കുക കല്യാണം കഴിക്കാറായോ എന്ന്. കാരണം ഇപ്പം കുട്ടികൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാനുള്ള ശേഷിയുണ്ട് അവർക്ക്. അവർക്ക് സമ്മതമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതോട് തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട്. ഒന്നുമില്ല, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ലമ്മ, പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എവിടെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ആലോചിക്കണം, ഒന്നുകൂടി നന്നായിട്ട് ആലോചിക്കണം. ആലോചിക്കണ്ട, വേണ്ട വേണ്ട. നീ പറഞ്ഞ ശരിയാ. അച്ഛോ, ഇത് നോക്ക്, നമ്മുടെ വീടിന്റെ പറയുന്ന കിട്ടിയത് ഒരു കുമ്പളങ്ങ. അതിനകത്താണ് നൂലൊക്കെ ചുറ്റി വെച്ചേക്കുന്നു. ഓ അല്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ടെൻഷൻ വരുമ്പോൾ മനുഷ്യരായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇവിടം വരെ എത്തിയാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുഴിച്ചിടണോ അത് കളയണോ? കളയാം. കളയാം, മൊത്തത്തിൽ കളയാം.